കോഴിക്കോട് ഹോളി ക്രോസ് കോളേജിലെ റാഗിംഗ് പരാതിയിൽ 6 വിദ്യാർത്ഥികൾ സസ്പെൻഷനിൽ. റാഗിംഗ് അറിഞ്ഞ ഘട്ടത്തിൽ തന്നെ നടപടിയെടുത്തതായി പ്രിൻസിപ്പൽ ഷൈനി ജോർജ് പറഞ്ഞു. ഇവർക്കെതിരെ പോലീസും കേസെടുത്തിട്ടുണ്ട്. BBA വിദ്യാർത്ഥിയായ ഒളവണ്ണ സ്വദേശി വിഷ്ണുവാണ് റാഗിങ്ങിന് ഇരയായത്. കോളേജിന്റെ അനുബന്ധമായിട്ട് ചെറിയൊരു കൂളിംഗ് ക്ലാസ്, ഒരു കുട്ടി കൂളിംഗ് ക്ലാസ് വെച്ചു ജൂനിയർ. അതിൻ്റെ പേരിലാണ് ചെറിയൊരു അവർ തമ്മിലൊരു വാക്ക് തർക്കവും ഒരു ഒക്കെ ഉണ്ടായത്. അപ്പോൾ അറിഞ്ഞ ഉടനെ തന്നെ നമ്മളതിന് വേണ്ട നടപടികൾ എടുക്കുകയും ആ കുട്ടികളെ പുറത്താക്കുകയും ചെയ്തു. ക്യാമ്പസിന് പുറത്താക്കി. പിന്നെ വീണ്ടും ചെറിയ പ്രശ്നം ഉണ്ടാകുമെന്ന് തോന്നിയപ്പോൾ തന്നെ നമ്മൾ പോലീസിൽ വിളിച്ചറിയിക്കുകയും പോലീസ് ഇമ്മീഡിയറ്റ്ലി ക്യാമ്പസിൽ വരികയും ചെയ്തു. അതിനുശേഷം നമ്മളിപ്പോൾ ഒരു 4-5 മീറ്റിംഗ് കൂടിയിട്ടുണ്ട്. കുട്ടികൾ മാറി നിൽക്കാൻ പറഞ്ഞു. ഇതുമായിട്ട് ഡയറക്റ്റ്ലി ബന്ധമുള്ള കുട്ടികൾ തൽക്കാലത്തേക്ക് നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ റിപ്പോർട്ട്, ആൻറ്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറിയിട്ടുണ്ട് അവർ ആവശ്യപ്പെട്ട പ്രകാരം. അനഘ ഹർഷൻ ചേരുന്നു വിവരങ്ങളുമായി. അനഘ, കോഴിക്കോട് ഹോളി ക്രോസ് കോളേജിലെ റാഗിംഗ് പരാതിയിൽ 6 വിദ്യാർത്ഥികളും സസ്പെൻഷനിലായിട്ടുണ്ട്. ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ കോളേജ് മുൻകരുതൽ നടപടിയെന്നോണം സസ്പെൻഡ് ചെയ്തു എന്നാണ് പ്രിൻസിപ്പൽ വ്യക്തമാക്കുന്നത്. തീർച്ചയായും ഇക്കഴിഞ്ഞ 14-ാം തീയതിയാണ് കോളേജിൽ ഈ റാഗിംഗ് നടക്കുന്നത്. കോളേജിലെ BBA 1-ാം വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള വിഷ്ണുവാണ് റാഗിങ്ങിന് ഇരയാകുന്നത്. ഈ കോളേജിൽ 14-ാം തീയതി വൈകുന്നേരം വിഷ്ണു ഈ കോളേജ് പരിസരത്തുകൂടെ നടക്കുന്ന സമയത്ത് കൂളിംഗ് ഗ്ലാസ് ധരിച്ചിരുന്നു. ഇത്തരത്തിൽ കോളേജിൽ കൂളിംഗ് ഗ്ലാസ് ധരിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് കോളേജിലെ 3-ാം വർഷ സീനിയർ വിദ്യാർത്ഥികൾ വിഷ്ണുവിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. വിഷ്ണുവിന് മുഖത്തും കൈക്കുമൊക്കെ അതിക്രൂരമായ മർദ്ദനമാണ് ഏൽക്കേണ്ടി വന്നിരിക്കുന്നത്. ഈ മർദ്ദനത്തിൽ വിഷ്ണുവിന്റെ തലയ്ക്ക് പുറകിൽ പരിക്കേറ്റിട്ടുണ്ട്, കാലിനും പരിക്കേറ്റിട്ടുണ്ട്. ഉടൻ തന്നെ ഈ സമയത്ത് തന്നെ കൃത്യമായൊരു ഇടപെടൽ കോളേജ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. കോളേജ് അധികൃതർ എത്തിയാണ് ഈ ആക്രമിച്ച സീനിയർ വിദ്യാർത്ഥികളെയൊക്കെ തന്നെ പിടിച്ചു മാറ്റുന്നത്. അതിനുശേഷം കൃത്യമായി തന്നെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷ്ണുവിനെ ആക്രമിച്ച ഈ വിദ്യാർത്ഥികൾ 6 വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. ഈ 6 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് കോളേജ് കടന്നിട്ടുണ്ട്. ഈ 6 വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ സസ്പെൻഷൻ നൽകിയിട്ടുണ്ട്. പിന്നീടാണ് ഇന്നലെ വൈകുന്നേരമാണ് വിഷ്ണു ഈ നടക്കാവ് പോലീസ് സ്റ്റേഷനിലെത്തി ഈ റാഗിംഗ് വിവരം പറയുകയും പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. വിഷ്ണുവിന്റെ പരാതിയിൽ ഇപ്പോൾ നടക്കാവ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൃത്യമായി കോളേജിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന ഒരു വിശദീകരണം, കോളേജിൽ ഇത്തരത്തിൽ റാഗിംഗ് ആദ്യമായിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കോളേജിലെ മറ്റു വിദ്യാർത്ഥികൾക്ക് കൃത്യമായി തന്നെ ഈ കൗൺസിലിംഗ് അടക്കമുള്ള നടപടികൾ അല്ലെങ്കിൽ കൗൺസിലിംഗ് കൊടുക്കുന്നതിലേക്ക് കോളേജ് കടക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ